അമേരിക്കൻ സർക്കാർ അഭയാർത്ഥി പ്രവേശന ചട്ടങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷയും പൊതുജനാരോഗ്യവും മുൻനിർത്തിയാണ് ഈ മാറ്റങ്ങൾ. ഹോംലാൻഡ് സെക്യൂരിറ്റി, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവ ചേർന്ന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതനുസരിച്ച് ആരോഗ്യത്തിന് ഭീഷണിയാകുന്നവരെ അഭയം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാരിന് കഴിയും. അതായത് ആരോഗ്യ അടിയന്തരാവസ്ഥ സമയത്ത് പകർച്ചവ്യാധിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ അല്ലെങ്കിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ച രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ തിരിച്ചയക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർ സർക്കാർ അംഗീകരിച്ച ഡോക്ടർമാരെ കൊണ്ട് മെഡിക്കൽ പരിശോധന നടത്തണം. സ്വന്തം ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കില്ല. ഒരു കുടിയേറ്റക്കാരൻ ആരോഗ്യത്തിന് ഭീഷണിയാണെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ അവരെ വേഗത്തിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ അവർക്ക് അധികാരമുണ്ട്. നിലവിൽ അഭയാർത്ഥി അപേക്ഷ നൽകിയിട്ടുള്ളവർക്കും പുതിയ നിയമങ്ങൾ ബാധകമാണ്. അഭയാർത്ഥി അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ $100 ഫീസ് നൽകണം. ഇത് ഡിജിറ്റലായി മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ. പണമായി അടക്കുന്നത് സ്വീകരിക്കില്ല. അഭയാർത്ഥികൾക്കുള്ള തൊഴിൽ അനുമതി ഇനി 18 മാസത്തേക്ക് മാത്രമായിരിക്കും സാധുവായിരിക്കുക. ഇത് മുമ്പത്തേക്കാൾ കുറഞ്ഞ കാലയളവാണ്. ഓരോ തവണ അനുമതി പുതുക്കുമ്പോഴും അവരുടെ പശ്ചാത്തലം സർക്കാർ വീണ്ടും പരിശോധിക്കും. ഡിസംബർ 2-ാം തീയതി വരെ എല്ലാ അഭയാർത്ഥി അപേക്ഷകളും സർക്കാർ നിർത്തിവച്ചിരുന്നു. ഒരു പൂർണ്ണമായ പുനരവലോകനം നടത്തുന്നതിനായിരുന്നു ഈ നടപടി. ആരോഗ്യ സുരക്ഷാ സംബന്ധമായ പുതിയ നിയമങ്ങൾ 2025 ഡിസംബർ 31 മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ. താൽക്കാലിക സംരക്ഷിത പദവി അവസാനിക്കുന്നവർക്ക് അമേരിക്കയിൽ 10 വർഷത്തിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ പൗരന്മാരായ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ തുടരാൻ സാധ്യതയുണ്ട്. ഗ്രീൻ കാർഡ് ഉള്ളവർ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും സാധുവായ പാസ്പോർട്ടും ഗ്രീൻ കാർഡും കയ്യിൽ കരുതണം. 6 മാസത്തിൽ കൂടുതൽ അമേരിക്കയ്ക്ക് പുറത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു റീ എൻട്രി പെർമിറ്റ് നേടണം. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ അമേരിക്കൻ അതിർത്തിയെ ഒരു ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള ആശുപത്രി വാർഡായി സങ്കല്പിക്കാം. ആളുകളെ പ്രവേശിക്കുന്ന കാര്യത്തിൽ തിരിച്ചറിയൽ പരിശോധനകൾ പോലെ തന്നെ കർശനമായി ആരോഗ്യ പരിശോധനകളും ഇപ്പോൾ സർക്കാർ നടത്തുന്നുണ്ട്. ഈ പുതിയ നിയമങ്ങൾ അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലരെയും ബാധിക്കും. പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാരണങ്ങളാൽ വരുന്നവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ഫീസ് വർധനവും തൊഴിലനുമതിയുടെ കാലാവധി കുറച്ചതും അഭയാർത്ഥി അപേക്ഷകരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീൻ കാർഡ് ഉടമകൾക്കും യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാറ്റങ്ങൾ അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളിൽ ഒരു വലിയ വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.